Hi dears, how you are? Hope you are safe at home. Welcome back to social science class. Children, what we have learned in the previous class? Do you remember? Yes, the First World War. Today, we are going to moving on the next topic, the aftermath of the war or the after effect of the First World War. Are you ready? If you are ready, let's begin. Children, the First World War started in 1914 and ended in 1918. What are the effects or results of First World War? Let's have a look. See, over 10 million people lost their lives or were injured in the war. ദശലക്ഷക്കണക്കിന് ജനങ്ങൾ മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്തൊരു യുദ്ധമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം. അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേർ ഡിസ്ട്രോയ്ഡ്. ഇതെല്ലാം നശിച്ചു. ദെൻ പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഫ്ലേഷൻ ഇൻക്രീസ്. ഇൻഫ്ലേഷൻസ് മീൻസ് നാണയപ്പെരുപ്പം increased. Then economic dominance of Europe diminished. Economic system ആകെ യൂറോപ്പിലെ എക്കണോമിക് സിസ്റ്റം ആകെ താറുമാറായി. ലിബറേഷൻ മൂവ്മെന്റ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക സ്ട്രെങ്തൻഡ്. ലിബറേഷൻ സ്വാതന്ത്ര്യ സമരങ്ങൾ ഏഷ്യയിലും ആഫ്രിക്കയിലും പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി ഈ ഒരു കാലഘട്ടത്തിൽ. സോ ഇൻ എ ബിറ്റ് ടു ബ്രിങ് പീസ്, സമാധാനം കൊണ്ടുവരാൻ വേണ്ടി in the world, ലോകത്തിൽ the legal of nation was formed. ലോക സമാധാനത്തിന് വേണ്ടി ലീഗ് ഓഫ് നേഷൻ രൂപീകൃതമായി. These are the effects of First World War. Good. Children, now let's move on to the next topic, peace effort. A peace conference was convened in 1990 to discuss post-war situation under the leadership of winning allies Britain and France. യുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും അണ്ടറിൽ ഒരു യുദ്ധാനന്തര ഒരു പീസ് കോൺഫറൻസ് വിളിച്ചുകൂടി. ലിസൺ, they signed different treaties with defeated nations. Among these treaties, the Versailles Treaty signed with Germany in 1990 was most important one. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ധിയായിരുന്നു ജർമ്മനിയുമായി ഉണ്ടാക്കിയ ട്രീറ്റി സന്ധി in 1990. So, according to this treaty, German colonies were divided among the victorious power and Germany was forced to pay a huge amount as war indemnity. ജർമ്മനി ട്രീറ്റി പ്രകാരം ജർമ്മനിയുടെ മുഴുവൻ കോളനികളും ഈ വിജയിച്ച ആളുകൾക്ക് വീതിച്ചു കൊടുക്കുകയും ഈ യുദ്ധത്തിലുണ്ടായ സാമ്പത്തിക ബാധ്യതകൾ മുഴുവനും ജർമ്മന്റെ മേലെ കെട്ടിവെക്കുകയും ചെയ്തു. സോ ദി അലൈസ് occupied the rich mines of Germany. Above all, war guilty was imposed on Germany and was disarmed. ജർമ്മനിയുടെ പ്രധാനപ്പെട്ട മൈനുകളെല്ലാം ഈ വിജയിച്ച അലയൻസ് സഖ്യകക്ഷികൾ പങ്കുവെച്ചെടുക്കുകയും ജർമ്മനിയെ നിരായുധമായിട്ടുള്ള ജർമ്മനിയാക്കി മാറ്റുകയും അതുപോലെ തന്നെ യുദ്ധത്തിന്റെ എല്ലാ കുറ്റങ്ങളും ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. ക്ലിയർ? നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ടോപ്പിക്, എക്കണോമിക് ഡിപ്രഷൻ. ഡിപ്രഷൻ മീൻസ് മാന്ദ്യം. എക്കണോമിക് ഡിപ്രഷൻ, സാമ്പത്തിക മാന്ദ്യം. ലിസൺ, the United States of America was not affected by the war. ഈ ഒന്നാം ലോകം ഫസ്റ്റ് വേൾഡ് വാറിൽ ലോകത്തിലെ പല രാഷ്ട്രങ്ങൾക്കും എക്കണോമിക് ഡിപ്രഷൻ സംഭവിച്ചപ്പോൾ USA മാത്രം അത് ബാധിച്ചില്ല. Why? Listen. Hence, the European nations managed to get loan from the USA. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിൽ അല്ലെങ്കിൽ USA നിന്നും ധാരാളം രാഷ്ട്രങ്ങൾ USA നിന്നും ലോണായിട്ട് കടങ്ങൾ മേടിച്ചു തുടങ്ങി അല്ലെങ്കിൽ
സമ്പത്തിന് വേണ്ടി യുണൈറ്റഡ് സ്റ്റേറ്റിനെ ആശ്രയിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു യുദ്ധാനന്തര കാലഘട്ടം. ലിസൺ. Consequently, American dollar overtook British pound as the basis. അതുവരെ നിലനിരുന്ന ബ്രിട്ടീഷ് പൗണ്ടിന് പകരം അമേരിക്കൻ ഡോളർ ആയിരുന്നു. ഡോളർ എന്ത് ചെയ്തു? ഓവർടുക്ക് ചെയ്തു. ലിസൺ. Basis for foreign exchange holding. As a result, US emerged as a new economic power outside Europe. യൂറോപ്പിന്റെ പുറത്ത് ഒരു പുതിയൊരു സാമ്പത്തികമായിട്ട് എമർജ് ചെയ്ത ഒരു രാഷ്ട്രമായിട്ട് USA മാറി. ലിസൺ. The economic growth of USA did not last long. The world was thrown into economic crisis in 1929, which originated in USA. എന്നാൽ ഈ എക്കണോമിക് ആയിട്ടുള്ള ഉയർച്ച അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം USA ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു കാലഘട്ടം കൂടുതൽ സമയം നീണ്ടുന്നില്ല. ഈ 1929 വന്ന ഒരു എക്കണോമിക് ക്രൈസിസിൽ US എന്ത് ചെയ്തു? അത് തുടങ്ങി വെച്ചത് അല്ലെങ്കിൽ അത് തുടങ്ങുന്നത് ആവിർഭവിച്ചത് US-ലായിരുന്നു. അതുകൊണ്ട് ഈ സാമ്പത്തിക മുന്നോട്ടം കൂടുതൽ സമയം USA-ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. Got it? Now, let's discuss the impact of economic depression. See, people who become pauper because of the war couldn't afford the commodity. യുദ്ധം മൂലം ജനങ്ങൾക്ക് സാധനങ്ങൾ മേടിക്കാനുള്ള കഴിവ് ഇല്ലാതെ. See, so they have no money. Goods were kept unsold in factories. സാധനങ്ങൾ മേടിക്കാതിരുന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഗുഡ്സ് were kept unsold in factory. ഫാക്ടറികളിൽ ഗുഡ്സുകളെല്ലാം കെട്ടിക്കിടക്കപ്പെട്ടു അല്ലെങ്കിൽ കെട്ടിക്കിടന്നു. യൂറോപ്യൻ nations filed to repay their debts to the USA. USA നിന്നും അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നും കടം മേടിച്ചിട്ടുള്ള യൂറോപ്യൻ നേഷൻസിന് ആ കടം തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വന്നു. Then banks collapsed. ബാങ്ക് തകർന്നുപോയി. Then inflation became uncontrollable. Inflation, പണപ്പെരുപ്പം uncontrollable ആയി. Then acute unemployment, poverty. രാജ്യത്ത് പോവർട്ടിയും അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റും ദാരിദ്ര്യവും വർദ്ധിച്ചുകൊണ്ടിരുന്നു. Then അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ to overcome this crisis, the European nations adopted a strategy of imposing heavy taxes on the colonies. Therefore, the economic crisis of imperialist nations become a burden to the colonies. അങ്ങനെ സാമ്പത്തികമായി പൂർണ്ണമായി തകർന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, ഈ യൂറോപ്യൻ സാമ്രാജ്യത്വ രാജ്യങ്ങൾ ഈ നഷ്ടം വീണ്ടെടുക്കുവാൻ വേണ്ടി അവർക്ക് കിട്ടിയിട്ടുള്ള കോളനികളുടെ ജനങ്ങളുടെ മേൽ ഈ സാമ്പത്തികമായിട്ടുള്ള ഉത്തരവാദിത്തം അവരെ അടിച്ചേൽപ്പിച്ചു എന്നാണ്. അപ്പോൾ ഈ സാമ്പത്തികമായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള കോളനി ജനങ്ങളുടെ മേലെ ഈ സാമ്പത്തിക തകർച്ചയ്ക്ക് ഹെവി ടാക്സ് ഈടാക്കി അവരെ പിഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ ചിൽഡ്രൻ, ദിസ് ഈസ് ഫോർ ടുഡേസ് ക്ലാസ്. What we have learned today? Yes, we learned the after effect of First World War, then the peace effect, then economic crisis or economic depression, then the last one, the impact of economic depression. Hope you all have understood the topics well. I will meet you soon with a new topic. Be safe until we meet again. Thank you for being with me. Have a nice day.